നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 717 717. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 717 വളരെ വേദാന്തപരമായ ചിന്തനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള 206 സർഗം ലീലാകാണ്ഡത്തിൽ ശ്രുതിഗീത ഭാഗം 3 അതിൽ 161 ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആമട്ടിൽ അവിടേക്ക് എന്നും പ്രിയനാം അവനൊന്നിലും ഭയമില്ല അല്പവും കാലചക്രം തൃക്കൈയിലല്ലയോ. അതായത് ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട്. കാലചക്രം തൃക്കൈയിലല്ലയോ, അവിടെ 2 ദ്വിതീയാർത്ഥങ്ങളാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭഗവാന്റെ കയ്യിലുള്ള സുദർശന ചക്രം തിരിയുന്ന പോലെ കാലചക്രം തിരിയും. അപ്പോൾ അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമേവ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ എന്ന രീതിയിൽ ഉയർന്ന ആൾക്കാർക്ക് അവരുടെ ഭാവി അവരുടെ കയ്യിലാണ്. എല്ലാവരുടെയും ഭാവി അവരുടെ കയ്യിലാണ്. കാരണം അവരവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടാണ് കാലത്തിൻ്റെ ഗതിവിഗതികൾ, കാലം വരുന്നതും പോണതും. അപ്പോൾ ഉത്തമം, മധ്യമം, അധമം എന്നുള്ള സ്ട്രാറ്റജി പ്രകാരം വലിയ വലിയ പണ്ഡിതന്മാർക്ക് നിശ്ചയിക്കാൻ പറ്റും നാളെ എന്തായിരിക്കും എൻ്റെ ഗതി എന്നുള്ളത്. ഞാൻ തെറ്റ് ചെയ്യണില്ലെങ്കിൽ എനിക്ക് യാതൊരു മൈനസ് ആസ്പെക്റ്റും വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കാലചക്രം തൃക്കൈയിലല്ലയോ, അവരവരുടെ കയ്യിൽ തന്നെയാണ്. കാരണം അവരവരുടെ ഉള്ളിലാണ് ഭഗവാൻ സുദർശനം ചക്രമായിട്ട് ഇരിക്കുന്നത്. ഇനി 162 ശ്ലോകം നോക്കുക. ആവിധം ഭഗവത് പ്രേമം ആശയ്ക്കും മഹിതാശയൻ. അങ്ങനെയുള്ള ഭഗവത് പ്രേമം ആശിക്കും മഹിതാശയൻ അത്യന്ത ഭക്തി മാധുര്യം ആസ്വദിക്കും മനസ്സുകൾ. അവരേത് ശ്രേണിയിൽപ്പെട്ടവരാ? അത്യന്ത ഭക്തി മാധുര്യം ആസ്വദിക്കും മനസ്സുകൾ. 163. ഗുരുഭൂതർ അലിഞ്ഞോതും അമൃതോപസൂക്തിയിൽ അമൃതോപമസൂക്തിയിൽ വിശ്വാസമാർന്നുതൻ തൃക്കാലടിക്കൂപ്പി വിനീതനായി. നമ്മൾ എന്ത് ചെയ്യണ്ടു? വളരെ മാർദ്ദവമായ മനസ്സോടുകൂടി ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ മനസ്സർപ്പിച്ചാൽ ആവിധം ഭഗവൽ പ്രേമം ആശിക്കും മഹിതാശയൻ അത്യന്ത ഭക്തി മാധുര്യം ആസ്വദിക്കും മനസ്സുകൾ. ഗുരുഭൂതരിൽ അലിഞ്ഞോതും അമൃതോപസമസൂക്തികൾ. ഗുരുനാഥന്മാർ സത്സംഗത്തിൽ അലിഞ്ഞോതും അമൃതോപമ സൂക്തികൾ. വിദ്വാൻമാർ ഭഗവാന്റെ ഉപദേശങ്ങളെ അമൃതോപമ സൂക്തികൾ, അമൃതത്തിന് ഉപമയായിട്ടുള്ളത്. അമൃതോപമം തന്നെയാണ്. അമൃതത്തിനോട് കടപിടിക്കുന്ന സൂക്തികൾ, ഉപദേശശകലങ്ങൾ. വിശ്വാസമാർന്നുതൻ, വിശ്വാസത്തോടുകൂടി തൃക്കാലടിക്കൂപ്പി വിനീതനായി നിഷ്ഠയോടെ ഭജിച്ചിടും. ഡിസിപ്ലിൻ ദി മോസ്റ്റ് റിക്വയർഡ് എന്താണെന്നാ പറയുക, പാർട്ടിക്കിൾ, അല്ലെങ്കിൽ അതായത് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അംശം നടത്താം, മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസമാർന്നു തന്ത്രക്കാലടി കൂപ്പി വിനീതനായി നിഷ്ഠയോടെ ഭജിച്ചിടും. നിഷ്ഠ വേണം, ഒരേ സമയത്ത് ഭജിക്കുക, സ്മരിക്കുക. അപ്പോൾ എന്താ, ഭഗവാൻ റെഡിയായിട്ട് നിൽക്കും. എന്താ ഇയാൾ എന്നെ ഭജിക്കാത്തത്?
സൂക്തങ്ങൾ ചെല്ലുക, സഹസ്രനാമങ്ങൾ ജപിക്കുക, ഈ ഞാൻ ചെയ്യണ പോലെ പിന്നെ ശ്രീകൃഷ്ണ കഥാമൃതം ഏർ ചെയ്യുക, ശ്രീമദ് ഭാഗവതം മൂലം ഏർ ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നിഷ്ഠ. ആരെ എന്ത് തരുന്നു ചോദിച്ചിട്ടല്ല. എത്ര ആൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യും, ദാറ്റ് ഈസ് സെക്കൻഡറി. ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ മനസ്സമാധാനം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിഷ്ഠയോട് ഭജിച്ചിടും ഭഗവത് പാദപങ്കജം അല്ലാതെ ഒരേ തരം ദുര്യുക്തികളും ചൊല്ലി മന്യതിൽ. അല്ലാതെ ഓരോ തരം പലതരത്തിലുള്ള ദുര്യുക്തികളും, യുക്തികളല്ല, ദുര്യുക്തികളും ചൊല്ലി മന്യതിൽ തന്നെത്താൻ അറിവുണ്ടെന്നു നടിക്കുള്ള ഒരു കാലവും. തനിക്ക് അറിവുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞു, ഞാൻ പറയാൻ പാടില്ല. എനിക്ക് അറിവുണ്ട് എന്നുള്ളത് ഞാൻ പറയില്ല. ഞാൻ ശ്രമിക്കണു, ഈശ്വരാനുഭൂതി അനുഭവിക്കാൻ ഞാൻ ശ്രമിക്കണു. അതിൽ നിങ്ങൾ സഹമത്തായിട്ട്, നിങ്ങളതിൽ ഭാഗഭാക്കായിട്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ ആ ഭഗവാന്റെ അനുഭൂതി മണ്ഡലത്തിൽ എത്തിയാൽ എനിക്ക് സാക്ഷാത്കാരമാണ്. അപ്പോൾ ഈശ്വരൻ അങ്ങനെയാണ്, ഒരു ചെയിൻ റിയാക്ഷനാണ് ഇതൊക്കെ. അപ്പോൾ തന്നെത്താൻ അറിവുണ്ടെന്നു നടിക്കുള്ളൊരു കാലവും അഭിമാനം അകന്ന് ഉള്ളം തെളിവാൻ അതിപുണ്യവാൻ. അവരവരുടെ ഹൃദയകമലം സംശുദ്ധമാവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മഹാനാം ഗുരുനാഥനു സേവനം ചെയ്യുമാവതും. ഗുരുനാഥനെ സേവിക്കുക. അതിപ്പോൾ ഈ ന്യൂ ജനറേഷന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ജീവിത സമയത്ത് ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഹീസ് ദി സുപ്രീം ലോർഡ് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്. അദ്ദേഹം പറയണത് ഞാൻ മുഖവലിക്കെടുക്കും. പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ മഹാനാം ഗുരുനാഥനു സേവനം ചെയ്യുമാവതും മറ്റു മാർഗങ്ങൾ കപ്പിത്താനില്ലാത്ത കടൽ യാത്രയാം. ഈ സ്വയം പഠിക്കുമ്പോൾ എന്താ കുഴപ്പം? കപ്പിത്താനില്ലാത്ത കപ്പലിൽ നമ്മളെങ്ങനെ യാത്ര ചെയ്യാം? വടക്ക് നോക്കി യന്ത്രം ഉപയോഗിച്ച് ദിശാബോധം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് പറഞ്ഞത്. അപ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ, ഒരു മഹാനായ ഗുരു എങ്ങനെയാണ് തൻ്റെ നിഷ്ഠ കൊണ്ട് ഭവസാഗരം തരണം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്? ആ വ്യക്തിക്ക് വേറൊരാളെ ഉദ്ബോധിപ്പിക്കാൻ എളുപ്പമാണ്. നേരെ മറിച്ച് സ്വാധ്യായം മാത്രം ചെയ്യുകയാണ് വിചാരിക്കുക, നമ്മൾ പതറിപ്പോവും. എവിടെയാണ് എന്താണെന്ന് മനസ്സിലാവില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ മഹാനാം ഗുരുനാഥനു സേവനം ചെയ്യുമാവതും മറ്റു മാർഗങ്ങൾ കപ്പിത്താനില്ലാത്ത കടൽ യാത്രയാം. ആകയാൽ മനസ്സുള്ളവർക്ക് മറ്റു സർവം വിനിന്ദിതം. ആശ്രയിക്കുകയിൽ ആത്മാവായി തന്നെ മിന്നും കൃപാനിധി. വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ആശ്രയിക്കുകയിൽ, ഭഗവാനെ ആശ്രയിച്ചാൽ ആത്മാവായി തന്നെ മിന്നും കൃപാനിധി. ഉത്തമോത്തരം ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രചോദനം തരും. എടാ അത് ചെയ്യരുത് കേട്ടോ, എൻ്റെ മോൻ അത് ചെയ്യരുത് കേട്ടോ എന്ന് ഉൾവിളി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അച്ഛനായിട്ടും മുത്തശ്ശനായിട്ടും മുതുമുത്തശ്ശനായിട്ടും ഭഗവാൻ തീരും. ചങ്ങാതിമാരിൽ അഗ്രഗണ്യനായിട്ട് ഭഗവാൻ തീരും. സ്നേഹിതന്മാരിൽ യാതൊരു ലാഭേച്ഛയുമില്ലാണ്ട് എൻ്റെ ചങ്ങാതി നന്നാവണേ എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് അർജുനന് ഗീതോപദേശം ചെയ്തത്, അതേപോലെ നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഭഗവാൻ നമ്മൾക്ക് എന്ത് ചെയ്യും? പ്രേരണ തരും. അതാണ് ആശ്രയിക്കുകയിൽ ആത്മാവായ തന്നെ മിന്നും കൃപാനിധി. അലിഞ്ഞ ഉൾപ്പൂവിൽ മൃദുലസ്മിതവും തൂകിയങ്ങിനെ. ഉള്ളിൽ നമ്മൾ നേരാവാൻ വേണ്ടി മൃദുലസ്മിതം തൂകിയിട്ട് ഭഗവാൻ നടന്നോളൂ. ഇടത് ഭാഗത്തേക്ക് പോകണ്ട, വലത് ഭാഗത്തേക്ക് പോകണ്ട, നേരെ നടക്കൂ. പറഞ്ഞു പക്ഷേ ഞാൻ രാഷ്ട്രീയമല്ലാട്ടോ പറഞ്ഞത് ഇടത് വലത് എന്നുള്ളത്, ഞാൻ വഴി പറഞ്ഞു എന്ന് മാത്രം.
അലിഞ്ഞ ഉൾപ്പൂവിൽ മൃദുലസ്മിതവും തൂകിയങ്ങനെ അഖണ്ഡ സച്ചിദാനന്ദം മുഴുക്കി വിലസിയിടവേ. സച്ചിദാനന്ദ സ്വരൂപന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഖണ്ഡ സച്ചിദാനന്ദം തരാൻ പറ്റുള്ളൂ. എന്താ അഖണ്ഡം? ഖണ്ഡിക്കാൻ പറ്റാത്തതെന്നർത്ഥം. ലേശല്ല, വാരിക്കോരി തരും. ശാന്തിയും സമാധാനവും ഭഗവാൻ തരും. ഗംഗ പ്രവഹിക്കുന്ന പോലെ, ഗംഗാപ്രവാഹം പോലെ വാഗ്ധോരണി തരും. അലിഞ്ഞ ഉൾപ്പൂവിൽ മൃദുലസ്മിതവും തൂകി അങ്ങനെ അഖണ്ഡ സച്ചിദാനന്ദം മുഴുക്കി വിലസിയിടവേ. പണവും പണ്ടവും വീടും പറമ്പും ഭാര്യ മക്കളും സുഖത്തിനല്ലയോ സർവഭാരവും ബേസി മന്നിതിൽ. ബേസി എന്ന് പറഞ്ഞാൽ പേറിക്കൊണ്ട് അവരവരുടെ തലയിൽ ഇനി എടുത്തു വയ്ക്കാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? പണം, പണ്ടം, വീട്, പറമ്പ്, ഭാര്യ, മക്കളും സുഖത്തിനല്ലയോ സർവഭാരവും ബേസി മന്നിതിൽ. പക്ഷെ അനുഭവം പറഞ്ഞാൽ കേൾക്കാത്ത ഭർത്താവ്, പറഞ്ഞാൽ കേൾക്കാത്ത ഭാര്യ, പറഞ്ഞാൽ കേൾക്കാത്ത മക്കള്, മരുമക്കള്, നാട്ടുകാർ, ഏട്ടനിയന്മാർ, പിന്നെ എന്ത് സുഖം ഉണ്ടാവുക പറയണ കേൾക്കൂ. അപ്പോൾ നമ്മൾ എന്ത് വേണം? നമ്മളൊരാളെ ആശ്രയിക്കണം. ആരേനെ ആശ്രയിക്കുക? അവരവരുടെ മനസ്സിൽ വർത്തിക്കുന്ന ചൈതന്യത്തെ ആശ്രയിക്കുക. അവർ ചതിക്കില്ല. ഈശ്വരൻ അച്യുതൻ ച്യുതിരഹിതനാണ് അദ്ദേഹം. ബാക്കിയുള്ളവരൊക്കെ നശിക്കും. ഏട്ടൻ, അനിയൻ, ഏടത്തി, അനിയത്തി എല്ലാവരും നശിക്കും. അച്ഛൻ, അമ്മ എല്ലാവരും നശിക്കും. അതിന് കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ല. പക്ഷേ ച്യുതിരഹിതനായ തന്നിലെ ആത്മാവിൽ മനസ്സ് വച്ചാൽ അദ്ദേഹം ചതിക്കില്ല. അദ്ദേഹം അച്യുതനാണ്, അദ്ദേഹം ഗോവിന്ദനാണ്, ഗോപാലനാണ്, അദ്ദേഹം കേശവനാണ്, മുകുന്ദനാണ്, മുരാരിയാണ്, അദ്ദേഹം രാമനാണ്, അദ്ദേഹം ഹനുമാനാണ്. എന്തൊക്കെ വേണോ അതൊക്കെ. പണവും പണ്ടവും വീടും പറമ്പും ഭാര്യ മക്കളും സുഖത്തിനല്ലയോ സർവഭാരവും ബേസി മന്നിതിൽ ക്ലേശിച്ചു മർത്യൻ ഈ വണ്ണം മതീമട്ടിൽ നിർഗളം നിരർഗളം. മർത്യൻ ഈ വണ്ണം മതിമട്ട് മനസ്സെന്ത് പറയണോ അത് കേൾക്കാൻ സാധിക്കണം. നിരർഗളം വഴിഞ്ഞിടുകിലാരാനും ഇതു മൂർധാവിലേറ്റുമോ. അതായത് ക്ലേശിപ്പൂമർത്യനീ വണ്ണം മതി മട്ടിൽ നിരർഗളം. അതായത് വെള്ളം ഇപ്പോൾ നമ്മൾ നടന്നു പോവാണ്, നീന്താൻ അറിയില്ല, മൂക്ക് മുങ്ങത്തുള്ള വെള്ളത്തിൽ ആണ്ടു വിചാരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? കയ്യും കാലിട്ടടിക്കില്ലേ? അപ്പം എന്തു ചെയ്യും? നമ്മൾ ഒഴുകി പോകും. ഇവിടെ വഴിഞ്ഞിടുകിൽ ആരാനും ഇത് മൂർധാവിലേറ്റുമോ. മൂർധാവിൽ തലയിലേറ്റുമോ? പറഞ്ഞത് മനസ്സിലാവുണ്ടോ? നമ്മൾ പണം, പണ്ടം, വീട്, പറമ്പ്, ഭാര്യ, മക്കളും സുഖത്തിനല്ലയോ സർവഭാരവും ബേസിക്കുന്നു ക്ലേശിപ്പു മർത്യനീ വണ്ണം മതിയും മട്ടിൽ നിർഗളം. അതായത് കുറച്ചുകൂടി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുരങ്ങ് കുട്ടീനെ എടുത്ത് ലാളിച്ചും കൊണ്ടിരിക്കുമ്പോൾ വെള്ളം നിറയുമ്പോൾ ഒരു കുഴിയിലാണ് വിചാരിക്കുക, കുഴിയിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ കുഴിയിൽ നിന്ന് കുട്ടീനെ എടുത്തു. കുഴി നിറയണം തോറും കുരങ്ങ് നിന്നിട്ട് കുട്ടീനെ എടുത്തെടുത്തു, പൊന്തിച്ചു. മൂക്കിൽ വെള്ളം വന്നപ്പോൾ എന്തായി? താഴത്തേക്ക് ഇട്ടിട്ട് ചാടിപ്പോയി. കാരണം കുട്ടീനും കൊണ്ട് നടക്കാൻ ഭാരം സാധിക്കണില്ല. അതാണ് പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഭാരം എടുത്തിട്ട് പോരുതെന്ന് പറയും. അപ്പോൾ യഥാർത്ഥം ഇത് അകക്കാമ്പിൽ ഓർക്കാതെ വെറുതെ നരൻ. ഈ ഒരു ഭാരം ഏറ്റുന്ന കഴുത ഉപ്പ് കൊണ്ടുപോകുമ്പോൾ വെള്ളത്തിലൊന്ന് താണു. അപ്പോൾ ഉപ്പ് കുറച്ച് അലിഞ്ഞപ്പോൾ ഭാരം കമ്മിയായി. പൻസാരിയും അതേപോലെ തന്നെ. അപ്പോൾ ഈ കഴുതയുടെ ഓണറിന് സംഗതി മനസ്സിലായി. അപ്പോൾ ഒരു ദിവസം ഒരു വലിയൊരു കെട്ട് പഞ്ഞി വെച്ച് കെട്ടിക്കൊടുത്തു. അപ്പോൾ പഞ്ഞി കനമില്ല, കുതിര പോണ കൂടുതൽ പോയി കഴുത നേരെ വെള്ളത്തിൽ ചാടി. അപ്പോൾ വെള്ളത്തിൽ പഞ്ഞി നനഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഭാരം സഹിക്കില്ല, മുങ്ങിച്ചൊത്തു. അത് അതേപോലെ ആവരുതെന്നാണ് പറഞ്ഞത്.
യഥാർത്ഥം ഇത് അകക്കാമ്പിലോർക്കാതെ വെറുതെ നരൻ വെറും തുച്ഛസുഖാഭാസം പരതന്ത്രവും അത്രയോ. പരതന്ത്രം, ഏത് കാര്യത്തിലും സ്വാതന്ത്ര്യം വേണമെങ്കിൽ അവനവൻ്റേതായിരിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം മറ്റുള്ളവരുടെ ഭാര്യ ഭർത്താവിനെ കണ്ട് നമ്മൾ വെള്ളറക്കേണ്ട കാര്യമില്ല. അവരവരുടെ ഭാര്യയും ഭർത്താവുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക. അല്ലെങ്കിൽ പറയണു വെറുതും തുച്ഛസുഖാഭാസം പരതന്ത്രവും. സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. പിന്നെ എന്തു സുഖമുള്ളത്? അത്രയോ പാരതന്ത്രം, അത്രയോ ജന്മമൃത്യുചരാ വ്യാധി ദാരിദ്ര്യാദി നിപീഡനം. ജനിക്കുക, മരിക്കുക, ജര ബാധിക്കുക, അസുഖങ്ങൾ വരിക, ദാരിദ്ര്യം അനുഭവിക്കുക, പീഡനങ്ങൾ, ഇതൊക്കെ പീഡനങ്ങളാണ്. രാഗദ്വേഷാദി മലിനം വിഷമിശ്രവും ആവിധം. വിഷം മിശ്രവും. രാഗദ്വേഷാദി മലിനം വിഷം. രാഗം അതായത് എന്താണെന്ന് പറയുക, രാഗദ്വേഷം, കാമക്രോധ മത മത്സര ലോഭ ഭയങ്ങളാകുന്ന 6 ശത്രുക്കളാണ് നമുക്കുള്ളത്. വിഷമിശ്രവും ആവിധം. ഓരോരോ നശ്വരത്തിൻ്റെ പിന്നിലെങ്ങെങ്ങുമോടുകിൽ. നശിക്കുന്ന കാര്യങ്ങൾ ഏതാണെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ ഒരു അപാകതയുണ്ട്. അനശ്വരനാവാൻ വേണ്ടി ഈശ്വരോപാസന ചെയ്യുമ്പോൾ ഒന്നും പേടിക്കില്ല. കുറച്ച് സമയമെടുത്താലും ഈശ്വരോപാസനയ്ക്ക് അന്തിമ ഫലം വളരെ നല്ലതായിരിക്കും. ഓരോരോ നശ്വരത്തിൻ്റെ പിന്നിലെങ്ങെങ്ങുമോടുകിൽ ലഭിപ്പതെന്തു സുഖമാം. എന്തു സുഖം കിട്ടുക? നശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പിന്നാലെ പോയാൽ അല്ലേ, അത് ശ്രദ്ധിച്ചാൽ മതി. എന്തു സുഖമാം മഹാന്മാരുടെ ദൃഷ്ടിയിൽ പാരിടം മുക്കുപണ്ടങ്ങൾ. മഹാന്മാരുടെ ദൃഷ്ടിയിൽ ഈ പ്രപഞ്ചം മുക്കുപണ്ടാണ്. എത്ര അവനവന് വേണം പറഞ്ഞിട്ട് സ്വീകരിച്ചാലും മതിയെന്ന് തോന്നില്ല. നേരെ മറിച്ച് ഈശ്വരോപാസനയുടെ ഗരിമ എന്താ? എന്തിനും ഏതിനും ശാന്തി, സമാധാനം. അതാണ് ഈശ്വരോപാസന. അപ്പം നശ്വരമായിട്ടുള്ളതിൻ്റെ പിന്നാലെ പോകണോ, അനശ്വരമായിട്ടുള്ളതിൻ്റെ പിന്നാലെ പോകണോ? ഇതാണ് ചോദ്യം. അനശ്വരമായിട്ട് ഉള്ളതിൻ്റെ പിന്നാലെ പോവാൻ പാടൂ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് ഞാൻ പറയുന്നു. പാരിടം മുക്കുപണ്ടങ്ങൾ മുമ്പിലെങ്ങെങ്ങും അവതും നിരത്തി വെച്ചു പലതും പരസ്യങ്ങൾ പതിക്കലും. ഇപ്പോഴത്തെ കാലത്തിനെ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാട് യഥാർത്ഥമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പരസ്യം നോക്കിയിട്ടാണ് നമ്മൾ ഭക്തി പുരസ്സരം നാമം ജപിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കൂടി വ്യാപാരികൾ സ്വർണം വാങ്ങാൻ പറ്റിയ ദിവസം അങ്ങനൊന്നുമില്ല. കാശുള്ളവനൊന്നും വാങ്ങാം, ഇല്ലാത്തവൻ മിണ്ടാണ്ടിരുന്നാൽ മതി. പറഞ്ഞ മനസ്സിലായില്ലേ? സൽഗുണസമ്പന്നനായ ഒരുത്തന് ഒന്നും പ്രത്യേക ദിവസമില്ല, എല്ലാം നല്ല ദിവസമാണ്. സൽഗുണം ഇല്ലാത്തവന് എല്ലാം മോശ ദിവസമാണ്, അവന് നല്ല ദിവസമില്ല. അപ്പോൾ ത്രിഗുണങ്ങളെ അവജ്ഞയോടുകൂടി വേണ്ട വെച്ച് ഗുണാതീതനായിരിക്കുന്ന പരമ്പൊരുളിൻ്റെ പാതാരവിന്ദത്തിൽ ലയിക്കാനുള്ളൊരു തീവ്ര മനസ്സുണ്ടായാൽ അവൻ രക്ഷപ്പെട്ടു. കാരണം അദ്ദേഹം ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും. തീർത്ഥങ്ങൾക്കും ശുദ്ധിയേകും അത്തരം ഭാഗ്യശാലികൾ. ഗംഗാ യമുന സിന്ധു കാവേരി നർമ്മദ ഇല്ലേ ഗംഗാ യമുന സിന്ധു കാവേരി സരസ്വതി നർമ്മദ ഗോദാവരി. അപ്പോൾ 7 പുണ്യനദികളായി. ഈ 7 പുണ്യങ്ങളിലും അജ്ഞാനികൾ കഴുകിക്കളയുന്ന പാപങ്ങൾ സജ്ജന സംസർഗം ആ നദിയിൽ വരുമ്പോൾ അതുവരെയുള്ള പാപങ്ങളില്ലാതെ ഉണ്ടാവും. സജ്ജന സംസർഗം നാരദരെ പോലെ, വിദുരരെ പോലെ, മൈത്രേയനെ പോലെ, ബലരാമനെ പോലെ, ശ്രീകൃഷ്ണനെ പോലെയുള്ള ആൾക്കാർ വരുമ്പോൾ, വ്യാസരെ പോലെ, പരാശരനെ പോലെയുള്ള ആൾക്കാർ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ തീർത്ഥങ്ങൾക്കും ശുദ്ധിയേകം അത്തരം ഭാഗ്യശാലികൾ നിൻ പാദപത്മസൗരഭ്യം മുകർന്നിടും മനീഷികൾ, ഋഷീശ്വരന്മാർ, മഹർഷിമാർ, ഭഗവാന്റെ തിരുപാദപത്മങ്ങളെ വെച്ച് ധ്യാനിക്കുന്നവർക്ക് വെള്ളിയാഴ്ച നല്ല ദിവസം, തിങ്കളാഴ്ച നല്ല ദിവസം, എല്ലാ ദിവസവും ഒരുപോലെ. തിരിഞ്ഞു നോക്കാ യഥാർത്ഥ്യം അറിയും ബുദ്ധിശാലികൾ. വളരെ ശ്രദ്ധിക്കണം. തിരിഞ്ഞു നോക്കില്ല എന്നർത്ഥം. മഹാപ്രസ്ഥാനം പാണ്ഡവന്മാർ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 32 വർഷം കഴിഞ്ഞപ്പോൾ, 32 36 എനിക്കറിയില്ല, ഐ ആം നോട്ട് ഷുവർ, എന്തിനപ്പോൾ വെറുതെ തള്ളാൻ വയ്യ എനിക്ക്, 32 ആയാലും ശരി 36 ആയാലും ശരി, മഹാപ്രസ്ഥാനം വടക്കോട്ട് നടക്കുകയാണ്. അപ്പോൾ മുമ്പിൽ നടക്കുന്നത് ധർമ്മപുത്രർ. അപ്പോൾ ആ അരമന വിട്ടു പോരുമ്പോൾ ഒരു നായും കൂടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നായുണ്ട് മുമ്പിൽ ഒപ്പം. അത് കഴിഞ്ഞാൽ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, പാഞ്ചാലി, ഈ ക്രമത്തിലാണ് പോണത്. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഡീം, പാഞ്ചാലി താത്തു വീണു. സഹദേവൻ പറഞ്ഞു, ഏട്ടോ ദാ നമ്മുടെ പ്രാണപ്രിയ നിലത്ത് വീണു, സാരമില്ല തിരിഞ്ഞു നോക്കണ്ട പോരേ പറഞ്ഞു. അത് കഴിഞ്ഞ് സഹദേവൻ വീണു. നകുലൻ പറഞ്ഞു, ദാ ഏയ് പോന്നോളൂ. പിന്നെ നകുലൻ വീണു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഏയ് സാരമില്ല പോന്നോളൂ, തിരിഞ്ഞു നോക്കണ്ട പോരൂ പറഞ്ഞു. മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനൻ വീണു. ഭീമൻ പറഞ്ഞു, ഏട്ടാ കഷ്ടമായി, ഇതാ അനിയൻ, സാരമില്ലടോ ഇങ്ങോട്ട് പോരൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭീമനും വീണു. നായ ഒന്ന് കുറച്ച് ശബ്ദം ഉണ്ടാക്കി, സാരമില്ല നമുക്ക് പോകാമെന്നായി. അപ്പോഴേക്കും വിമാനം വന്നൂന്നാ. വിമാനത്തിൽ കയറാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, നായനെ കയറ്റില്ല കേട്ടോ പറഞ്ഞു. അപ്പോൾ ധർമ്മപുത്ര പറഞ്ഞു, എന്നെ അനുകരിച്ചവരെല്ലാവരും വീണു, ഇപ്പോൾ വീഴാൻ ബാക്കി ഞാനും ഈ നായേ ഉള്ളൂ. എന്നെ വിശ്വസിച്ച് വന്നിട്ടുള്ള ഈ നായയെ കൊണ്ടുപോവാണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. ഇതാണ് കഥ. അപ്പോൾ ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ ആരൊക്കെ ഒപ്പമുണ്ട് അവരൊക്കെ പോയി വിചാരിച്ചിട്ട് നമ്മൾ അലമുറ കിട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്താ? ഒന്നുകിൽ സംശുദ്ധമായ ഭക്തി, അല്ലെങ്കിൽ മോക്ഷം. പ്രിഫറൻസ് ഏതിനാ? ഭക്തി. ഏത് ദുനിയാവിൽ ജീവിക്കാൻ ജനിച്ചാലും ശരി, ഭക്തി കൈവിടരുതേ ഭഗവാനെ എന്നൊരു പ്രാർത്ഥന ഉണ്ടായാൽ മതി. അപ്പോൾ തിരിഞ്ഞു നോക്കാ യഥാർത്ഥ്യം അറിയും ബുദ്ധിശാലികൾ, മകൾ സംഘം കൊണ്ട് വീണ്ടും വീണ്ടും മുൾത്തടമെത്രയും. മരണം സംഭവിക്കുന്നത് വരെ സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യുക. ചിലപ്പോൾ സത്സംഗം നയിക്കണത് പ്രായമില്ലാത്തൊരു കുട്ടിയാവാം, ആയിക്കോട്ടെ. അവൻ പറയുന്ന സാരാംശങ്ങളെ നമ്മൾ സ്മൃതിമണ്ഡപത്തിലിട്ട് താലോലിക്കുക. അങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തട്ടിപ്പോണം. അതിനാണ് എന്താ പറയുക, അനായാസേന മരണം ഭവിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. മരിക്കണ ആൾക്കും തോന്നാൻ പാടില്ല ഞാൻ ഇതാ മരിക്കാൻ പോകണമെന്നുള്ളത്, വിഷമം തോന്നാൻ പാടില്ല. സച്ചിദാനന്ദ സ്വരൂപൻ പടിയിറങ്ങുകയാണ്. ഞാൻ സച്ചിദാനന്ദ സ്വരൂപൻ്റെ കൂടെ എൻ്റെ ആത്മാവ് ലയിച്ചു പോണു എന്നുള്ള ധാരണ എനിക്ക് എത്തിയാൽ മതി. ശരീരത്തിനെ പറ്റി ഭയപ്പെടരുത്. ശരീരം ഉണ്ടായത് അത് നശിക്കും. ആത്മാവിന് നാശമില്ല എന്നുള്ളൊരു സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഈ ജന്മത്ത് ഞാൻ ആരോടൊക്കെ നല്ല നിലയിൽ പെരുമാറിയിട്ടുണ്ട്, അറിഞ്ഞും കൊണ്ട് നന്മ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് അടുത്ത ജന്മത്തും ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടാവും. കാരണം ഞാൻ ആരോടെ കൂട്ടുകൂടുന്നുള്ളൂ? നല്ലത് ഇഷ്ടപ്പെടുന്നവർ. അങ്ങനെ നല്ലത് ഇഷ്ടപ്പെടുക. അപ്പോൾ തിരിഞ്ഞു നോക്കാ യഥാർത്ഥ്യമറിയും ബുദ്ധിശാലികൾ, മകൾ സംഘം കൊണ്ടു വീണ്ടും വീണ്ടും മുൾത്തടം എത്രയും. മിന്നിപ്പതിന് വൃന്ദാവനാദി പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ചു വിളങ്ങിയിടും പരമാനന്ദമഗ്നരായി. ഈശ്വരൻ ലീലയാ കാര്യങ്ങൾ ചെയ്ത സ്ഥലങ്ങളിൽ താമസിക്കണം എന്നാ. എന്താ ഇപ്പം എന്താ ഗുരുവായൂരിൽ എത്രയോ ആൾക്കാർ വരുന്നു, സച്ചിദാനന്ദ ആൾക്കാർ. അവിടെ എനിക്കറിയണം എത്ര ആൾക്കാരുണ്ട്, പ്രായമായിട്ടുള്ള ആൾക്കാർ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്.
മക്കളൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല, മക്കളൊക്കെ വിളിക്കുന്നുണ്ട് അവരെ തന്നെ. സാരമില്ല, ഞാനിവിടെ ഇങ്ങനെ കഴിഞ്ഞോളാം, ചെറിയൊരു ഫ്ലാറ്റൊക്കെ ആയിട്ട്. നാരായണീയം പഠിക്കണു 70-75 വയസ്സിൽ, സംസ്കൃതം പഠിക്കണു ചിലവരത്, ഭാരതം പഠിക്കണു, ഭാഗവതം പഠിക്കണു. 10-35 കിലോമീറ്റർ വരെ എല്ലാവരും കൂടിയിട്ട് നാരായണീയ സപ്താഹത്തിന് പോകണു വരണു. അതാണ് ജീവിതം. അല്ലാണ്ട് വയസ്സുകാലത്ത് ഒറ്റയ്ക്ക് അവരവരെ നിന്ദിക്കുന്ന ആൾക്കാരോടൊപ്പം AC റൂമിൽ കിടന്നിട്ട് യാതൊരു കാര്യമില്ല. സ്വതന്ത്രമായിട്ട് ജീവിക്കണം. മിന്നിപ്പതന്നു വൃന്ദാവനാദി പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ചു വിളങ്ങിയിടും പരമാനന്ദമഗ്നരായി ഭഗവത് ഗുണമാധുര്യം മലിഞ്ഞ ഇത്തിരിയെങ്കിലും കുറച്ചെങ്കിലും ഈശ്വരൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സർവ്വസമയം നല്ല നിലയ്ക്ക് പോവുക. ഭഗവത് ഗുണമാധുര്യം മലഞ്ഞെത്തിരിയെങ്കിലും നുകർന്ന് പുണ്യവാൻ പോലും പിന്നീടെങ്ങിനെ തങ്ങിടും ഭക്തിജ്ഞാന വിരാഗാദിക്ക് ഇടമേകാതിടങ്ങളിൽ. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് സ്ഥലമില്ലാത്ത സ്ഥലത്ത് താമസിക്കരുത് എന്നർത്ഥം. ഭക്തിജ്ഞാന വിരാഗാദിക്കിടമേകാതിടങ്ങളിൽ മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വം കണ്ടറിഞ്ഞവർ വീഴുകില്ല വെറും തുച്ഛ വിചാരങ്ങളിൽ മുൻവിധം. ഗംഗതൻ വക്കിൽ വാഴുന്നോൺ ചെന്നു ചേർക്കുണ്ടിൽ മുങ്ങുമോ. ഗംഗാനദിയുടെ പുണ്യനദികളുടെ വക്കിൽ താമസിക്കുന്ന ആൾക്കാർ അതിലേ കുളിക്കുള്ളൂ. ചേർക്കുണ്ടിൽ, ചളിയുള്ള കുണ്ടിൽ പോയി മുങ്ങില്ല അവർ. ചേർക്കുണ്ട് മാത്രമേ ഉള്ളൂ വിചാരിക്കുക. അത് ഗംഗയാണെന്ന് വിചാരിച്ച മുങ്ങിയാൽ ഫലം ഉണ്ടേനി. അപ്പോൾ വീഴുകില്ല വെറും തുച്ഛ വിചാരങ്ങളിൽ മുൻവിധം. അതായത് അറിവ് സമ്പാദിക്കും തോറും മനസ്സിലെ മാലിന്യങ്ങൾ പോയാൽ ആ മാലിന്യങ്ങളെ പിന്നെ വിചാരധാരയിൽ വരില്ല. കോഷ്യസ് ആവും. ഗോ ടു ഹെൽ എന്ന് പറയും. ഐ ആം സോറി. അപ്പോൾ ഗൃഹാദികളുപേക്ഷാർഹമാവതെങ്ങിനെ സർവവും സച്ചിദാനന്ദഘനവാം നിന്നിൽ നിന്നുളവാകയാൽ. അപ്പോൾ പറയണു, ഗൃഹാദികൾ ഉപേക്ഷാർഹമാവതെങ്ങിനെ. എങ്ങനെയാണ് ഗൃഹം, കളത്രപുത്രാദികളെ വിട്ടിട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചോദിക്കുക. സർവവും സച്ചിദാനന്ദഘനമാം നിന്നിൽ നിന്നുളവാകയാൽ. കൈവിടാ കുണ്ടലം സ്വർണ്ണാർത്ഥികളെന്നുരചയികലും. ഞാൻ ഇപ്പോൾ മഹാപ്രസ്ഥാനത്തിന് പോവാണ്, കുറച്ച് പണ്ടുണ്ട്, അത് ഞാൻ ആർക്കും കൊടുക്കില്ല. അങ്ങനെയുള്ളവൻ മഹാപ്രസ്ഥാനം ചെയ്തിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കുക. നമ്മളിപ്പോൾ ഏതായാലും ഒരു വഴിക്ക് പോവുകയാണ്, ഇനി തിരിച്ചു വരുന്നില്ല എന്നുള്ള നിലയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ സ്വർണത്തിൻ്റെ കുണ്ടലങ്ങളും മാലകളും നെക്ലസൊക്കെ കയ്യിൽ വെച്ചിട്ട് എന്താ കാര്യം? അതിഷ്ടമുള്ളവർക്ക് കൊടുക്കൂ. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. കൈവിടാ കുണ്ടലം സ്വർണ്ണാർത്ഥികളെന്നുരചയികലും നീയായി കാൺമോളവും ലോകം അസത്തായോർപ്പു ബുദ്ധിമാൻ. നീയായി കാൺമോളവും, അതായത് എൻ്റെ ഉദ്ദേശശുദ്ധിക്ക് വിലങ്ങുതടിയായിട്ടുള്ള മുതൽ ഞാൻ കയ്യിൽ വയ്ക്കരുത്. അതാ പറഞ്ഞതിൻ്റെ താല്പര്യം. നീയായി കാൺമോളവും ലോകം അസത്തായോർപ്പു ബുദ്ധിമാൻ. അസത്തായിട്ട് കാണണം. എന്ത്? വസ്തുവകകളെ അവരവർ സമ്പാദിച്ചത് പ്രീതിജനകമായിട്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മുടെ വഴിക്ക് പോകണം. സത്താബ്രഹ്മത്തിൽ നിന്നാണ് ലോകമുണ്ടായതെങ്കിലും, ബ്രഹ്മത്തിൻ്റെ സത്തയിൽ നിന്നാണ്, സത്താബ്രഹ്മത്തിൽ നിന്നാണ് ലോകമുണ്ടായതെങ്കിലും സത്തെന്നു ചൊല്ലുകിൽ അയുക്തി ചേരില്ല എങ്ങും ഒരേ തരം. യുക്തി ചേരില്ല, അയുക്തി ചേരില്ല എന്നാണ് പറഞ്ഞത്. ചില യൂസേജ് അങ്ങനെയാണ്. നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റി ആക്കും. പ്രശ്നമുണ്ടോ? അപ്പോൾ സത്താകുന്ന ബ്രഹ്മത്തിൽ നിന്നാണ് ലോകം ഉണ്ടായതെങ്കിലും സത്തെന്നു ചൊൽകിയാൽ അയുക്തി ചേരില്ല ഒരേ തരം. സത്ത വേറെ, ബ്രഹ്മം വേറെ അല്ലേ? സത്താം ബ്രഹ്മത്തിൽ, സത്തയുടെ പേരാണ് ബ്രഹ്മം എന്നുള്ളത്. അപ്പോൾ അത് ശരിയാണ്.
ബ്രഹ്മം ശരിയാണ്, സത്തം ശരിയാണ്. പക്ഷേ അതിൽ നിന്ന് എന്തുണ്ട്? ലോകമുണ്ടായി. ആ ലോകത്തിലല്ല നമുക്ക് താല്പര്യം വേണ്ടത്. മുല്ലപ്പൂമാലയാലുണ്ടാം സർപ്പമെന്നെങ്ങനെ സത്യമാം, മുല്ലപ്പൂ മാലയാലുണ്ടാം സർപ്പം എങ്ങനെ സത്യമാം. മുല്ലപ്പൂമാല നിലത്ത് കിടക്കണം, അത് നിഴലിൽ പാമ്പാണെന്ന് വിചാരിക്കണത് സത്യമല്ല. പാമ്പിനെ കണ്ടിട്ട് മുല്ലപ്പൂമാലയാണെന്ന് കരുതുന്നതും ശരിയല്ല. അതാണ് അപ്പോൾ മുല്ലപ്പൂമാലയുണ്ടാം സർപ്പം എങ്ങനെ സത്യമാം, ജന്മനാശങ്ങളെന്നെന്നും എങ്ങും കാണുന്നതുമല്ലയോ. ജനിച്ചാൽ നശിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണില്ലേ? ഇല്ലേ? പിന്നെന്താ? അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ജന്മനാശങ്ങളെന്നെന്നും എങ്ങും കാണുന്നതുമല്ലയോ, അർത്ഥക്രിയാകാരിതയോ ലോകയാത്രയ്ക്കു മാത്രമാം. കാശ് വേണം, യാത്ര ചെയ്യാനുള്ള കാശ് വേണം. പക്ഷേ അവസാനത്തെ യാത്ര നടന്നിട്ടാ. പണ്ടത്തെ കാലത്ത് കാശിക്ക് പോകാൻ നടന്നിട്ടാ പോവുക, ഒന്നുമില്ല. ഒരു 2-3 കൊല്ലം വരെ ഞാൻ സമ്പേറിൻ പിന്നെ ഇവിടെ തൃശ്ശൂർ ടു എറണാകുളം സ്ഥലത്ത് ഒരു തിരുമേനി കാശിക്ക് നടന്നു മടങ്ങി വന്നിരുന്ന ഒരാൾ. കുറേ കാലം, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ റിപ്പോർട്ട് കാണാറില്ല, എന്തായി എന്നറിയില്ല അദ്ദേഹത്തിന്. അപ്പോൾ അർത്ഥക്രിയാകാരിതയോ ലോകയാത്രയ്ക്കു മാത്രമാം, സാമാന്യർക്ക് ഈ ഞങ്ങൾ മൂലം കൽപ്പിച്ചത് അഖിലേശ്വരൻ. കാശുള്ളവൻ കാശ് ചിലവാക്കിക്കോട്ടെ, കാശില്ലാത്തവനോ ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് നടക്കണമെന്നാ, ഭിക്ഷ തരണേന്ന്. അപ്പോൾ തന്നില്ലെങ്കിലോ തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രമാണമുണ്ട്. അങ്ങനെയാണ്. ഞാൻ ഈ 2018 മറ്റേ എന്താണ് പറയുക, വലിയൊരു മഴക്കാലത്തിൽ ഗുരുവായൂരിൽ പെട്ടു, ഞാനും മിസ്സിസും. അതാണ് ഈശ്വരൻ്റെ ചടുലമായ നീക്കങ്ങൾ. എല്ലാ പ്രഭാഷണത്തിനും ഞങ്ങൾ 8-10 ആൾക്കാരുണ്ടാവും. പക്ഷെ അന്ന് മാത്രം ഞാൻ തന്നെ ഡ്രൈവർ, ഞാനും മിസ്സിസും മാത്രം. വൈകുന്നേരമാണ് പ്രഭാഷണം. എങ്ങനെയാണ് മമ്മിയൂർ ദേവൻ്റെ മുന്നാലെ ഒരു ആൾട്ടോ 800 പോയതെന്ന് അറിയില്ല. ഒരു ട്രാക്ടർ പോകണ കണ്ടിട്ട് ഞാൻ പിന്നാലെ പോയാൽ പറ്റുമോ? ട്രാക്ടർ ഉയർന്നതല്ലേ, അങ്ങനെ ഉണ്ടായത്. അന്ന് വേണമെങ്കിൽ പകുതി വഴിയിൽ വെച്ച് ഓഫായിട്ടുണ്ടെങ്കിൽ ഞാനും അവളും മിസ്സാവും, അത്രയും വെള്ളത്തിലാണ്. പക്ഷേ ഇതൊരു ബോട്ട് പോകണ കൂട്ടത്തിൽ അങ്ങോട്ട് പോയി. അത് എൻ്റെ കഴിവല്ല, അത് മമ്മിയൂരപ്പൻ്റെ കഴിവാണ്. എൻ്റെ മുമ്പിൽ 2 ശുദ്ധഗതിക്കാരും ഭരിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും ഭഗവാൻ. ഇപ്പം ഞാൻ പോണത് എവിടേക്കാണ്? ഗുരുവായൂർ അമ്പലത്തിൽ പ്രഭാഷണം ചെയ്യാൻ. അപ്പോൾ ഗുരുവായൂർ അവരുടെ പിന്നെ ലോഡ്ജ്, പിന്നെ ഗുരുവായൂരപ്പൻ്റെ അതിൽ ഫ്രീ അക്കോമഡേഷനൊക്കെ ഉണ്ട്. എന്തിനു പറഞ്ഞു, പ്രഭാഷണമൊക്കെ ഗംഭീരമായി, ചെറിയ ലഘുഭക്ഷണമൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങി. നേരം വിളിച്ചാകുമ്പോൾ ഞങ്ങൾ പുറപ്പെടുക. അപ്പോഴാണ് ഒരു പയ്യൻ ചോദിച്ചത്, സാറെങ്ങോട്ടാ പോകണം? അല്ല, നാട്ടിലേക്ക്. ഇവിടെ കിടന്നാൽ പോരല്ലോ. എന്നാലേ ഗുരുവായൂർ അമ്പലം 4 പുറം വെള്ളമാണ്, ഒരു വാഹനവും വരുന്നില്ല. ഗുരുവായൂരപ്പനുള്ള പാലടക്കം വന്നിട്ടില്ല. പ്രമോഷമുണ്ടോ? അതുകൊണ്ട് വെള്ളം പോകേണ്ട എങ്ങോട്ടാ പോവുക? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു എന്നിട്ട് അന്ന് അവിടെ കിടന്നു. പിറ്റേ ദിവസം അതിന് പിന്നെ നേരം വിളിച്ചാകുമ്പോൾ ഒരു 11 മണിയാകുമ്പോഴാണ് വെള്ളം ഇറങ്ങണത്. അതന്ന് ഭഗവാന്റെ പുത്തിരി എങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങളിങ്ങോട്ട് പോകുന്നു തന്നെ. അപ്പം എന്താ പറഞ്ഞത്? എന്ത് സംഭവിക്കലും ഭഗവാന്റെ അറിവോട് കൂടിയിട്ടാണ്, അതാ പറഞ്ഞത്. അപ്പോൾ അർത്ഥക്രിയാകാരിതയോ ലോകയാത്രയ്ക്കു മാത്രമാം, സാമാന്യർക്ക് ഈ ഞങ്ങൾ മൂലം കൽപ്പിച്ചത് അഖിലേശ്വരൻ.
സൃഷ്ടിക്കു മുമ്പിലും വിശ്വം പ്രളയത്തിനു പിമ്പിലും ഇല്ലാത്തതാകയാൽ മധ്യകാലത്തും മധുമട്ടിലാം. അതായത് നമ്മൾ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് നമ്മളില്ലല്ലോ, ഉണ്ടായി കുറച്ച് കാലമുണ്ട്, അത് മാത്രം സത്യം. വർത്തമാനകാലം മാത്രമേ സത്യമുള്ളൂ. കഴിഞ്ഞു പോയ കാലവും വരാൻ പോകുന്ന കാര്യങ്ങളെയും പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. സത്യം മണിയടിച്ചു. വർത്തമാനകാലത്തിൽ മാത്രമേ നമ്മൾ കഴിഞ്ഞ കാര്യം പറയുന്നുള്ളൂ, വരാൻ പോകുന്ന കാലത്തെ പറ്റിയിട്ടും പറയുന്നുള്ളൂ. അപ്പോൾ വർത്തമാനകാലത്തിലെ സാക്ഷാൽ ശ്രീഹരിയെ ആര് അഭിനന്ദിച്ചും കൊണ്ടും കീർത്തിച്ചും കൊണ്ട് ജീവിക്കണോ അവർക്ക് ശാശ്വതമായ ശാന്തിയും സമാധാനവും ഗ്യാരണ്ടികളാണെന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ബാക്കി ഭാഗം നാളെ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം.